സെമിനാരി തുടങ്ങിയിട്ട് ഗ്രേറ്റ് വിഷൻ ബൈബിൾ സെമിനാരിയുടെ ഓൺലൈൻ ബൈബിൾ സെമിനാരിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഓൺലൈൻ മീറ്റിംഗിലേക്ക് ഇതിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദാസന്മാർക്കും അതുപോലെ തന്നെ കർത്താവിന്റെ വിലപ്പെട്ട ദേവദാസനും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹല്ലേലൂയ രാവും പകലും എല്ലാം നമ്മുടെ ദൈവസന്നിധി കൂടി വന്ന ദൈവത്തിന്റെ നമ്മൾ ശക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രികാലം അതേ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയേണ്ടതിന് തുടക്കം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങി വരേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദിവസത്തെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അമ്മേ മാനുഷ്യ കരങ്ങളല്ല, ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് തന്നെ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കൂടി വന്ന് പോകുന്നവരായിട്ടല്ല, നമ്മൾ പ്രാപിച്ച് മടങ്ങി പോകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയ കൃപകൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ നമ്മൾ ഒരുമിച്ച് പ്രാപിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപകളാ നിറയ്ക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൃപാവരങ്ങളാ ദൈവം നമ്മളെ നിറയ്ക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. ആദ്യം മുതൽ അവസാനം വരെ ഫുൾ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദിവസം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ റബറഖമന ശദര ഖഡഗസിയാര വരഗഡഗധുരാര മനഗദരഗഡഗശാന്തര ഘടകസി. ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ, യാമങ്ങളുടെ വ്യത്യാസത്തെ രാത്രങ്ങളെ ഹല്ലേലൂയ കർത്താവിന്റെ പദമെടുത്ത് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദേവനയുടെ ജീവിതത്തിൽ ഒരുക്കി അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമോരാഭക തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിൽ അവനെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കലയോ ഞങ്ങളുടെ വചനത്തിലുള്ളത് പോലെ രാവും പകലും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുമ്പോ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ശബ്ദം കേൾക്കുന്ന ദൈവമാകിയ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മഹനീയ സാന്നിധ്യം ഹല്ലേലൂയ ഞങ്ങളുടെ മീറ്റിംഗിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. തുടക്കം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവെ നീ നിയന്ത്രണം ഏറ്റെടുക്കും മറകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പാടുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കും മറകണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്ഥാനത്ത് ഞങ്ങളെ നിറയ്ക്കും മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങളെ തെരുമറകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ മുദ്രയിടും മറകണമേ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവസ്ഥാനത്ത് ഞങ്ങൾ അനുഭവിച്ച് മടങ്ങി പോകുവാൻ ഇടയാക്കും മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളേകാഗ്രമാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താമ്പരവാനെന്ന് കാണിക്കേണ്ടതിന് ഗോവിയുടെ കണ്ണ് ഭൂമിയിലങ്ങ് മൂടാടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വചനത്തിലുള്ളത് പോലെ കർത്താവേ, ഞങ്ങളുടെ ദൃഷ്ടി ഞങ്ങളുടെ മേലുള്ളതിനായി സ്തോത്രം ചെയ്യുകയാണ്. അങ്ങയുടെ സന്നിധി ചെലവഴിക്കുന്ന ഒരു നിമിഷം വേറെ 1000 നിമിഷങ്ങളെക്കാൾ ഉത്തമമാണ് കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ വെറും കൈയോടെ പറഞ്ഞു വിടുന്ന ദൈവമല്ലല്ലോ കർത്താവേ. ഓ ഹല്ലേലൂയ. കർത്താവേ, സന്തോഷം പ്രാപിച്ച്, അനുഗ്രഹം പ്രാപിച്ച്, ചൈതന്യം പ്രാപിച്ച്, ഹല്ലേലൂയ വലിയ കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ സന്തോഷിച്ച് ഞങ്ങൾ മടങ്ങി പോകുവാൻ ഇടയാക്കും മറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ശക്തീകരിക്കണം, ബലപ്പെടുത്തും മറങ്ങണമേ. ദിവസങ്ങളെ കർത്താവ് ശക്തിയോടെ എടുത്ത് ഉപയോഗിക്കുന്ന സ്തോത്രപ്പെടുമായിരിക്കും പ്രാർത്ഥിക്കുന്നു. ലാരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. വലിയ ദൈവ സാന്നിധ്യമാണ് കർത്താവ്. എല്ലാവരും അനുഭവിക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്ത് കർത്താവേ, കർത്താവേ കർത്താവ് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തും മറങ്ങണമേ. ഏതുവല്ലെന്ന് സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയോട് ഹല്ലേലൂയ. സ്വയമേ ഒന്നും പറയാതെ വേണം പരിശുദ്ധാത്മാവ് പറയുന്നത് കർത്താവേ ഹല്ലേലൂയ പറയുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സാന്നിധ്യബോധത്തോടെ ഞങ്ങളെ ഇരുത്തണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തുതിക്കുന്ന സകല യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയുടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. ഒരു പ്രാവശ്യങ്ങളെ എല്ലാവരെയും മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ശരണമേ. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിലാണ് ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
ഈ ഓൺലൈൻ മീറ്റിംഗിലായിരിക്കുമ്പോൾ പോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിലെല്ലാം ഹല്ലേലൂയ നമ്മുടെ മീറ്റിംഗ് രാവും പകലും അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് വ്യക്തിപരമായ ആത്മീയ വർധനയ്ക്ക് കാരണമായി തീരുന്നുണ്ട്. ആമേൻ. നിങ്ങൾക്കും അങ്ങനെ തന്നെയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ മഹത്വത്തിന് യോഗ്യനാണ്, പുകഴ്ചയ്ക്ക് യോഗ്യനാണ്, ബഹുമാനത്തിന് യോഗ്യനായ കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തുതികളെ മേൽ അധിവസിക്കുന്ന കർത്താവാണ്. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും നിത്യനുമായ കർത്താവാണ്. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവര് അതിലുള്ള സകലവും ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവരെ യഹോവയ്ക്കൊരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്തു നിന്ന് അവന് സ്തുതിയും പാടുവേൻ. മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ഹല്ലേലൂയ ശബ്ദമുയർത്തട്ടെ. ശൈലനിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ. അവരെ യഹോവയ്ക്ക് മഹത്വം കൊടുക്കട്ടെ. ദ്വീപുകളിൽ യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കട്ടെ. അപ്പോൾ യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മാത്രം മഹത്വത്തിന് യോഗ്യൻ, അവൻ മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. ഹല്ലേലൂയ. അവൻ ഗ്രാമങ്ങളിലുള്ളവരും പട്ടണങ്ങളിലുള്ളവരും ദ്വീപുകളിലുള്ളവരും ഹല്ലേലൂയ അവൻ യുകെയിലുള്ളവരും ഇന്ത്യയിലുള്ളവരും അമേരിക്കയിലുള്ളവരും ഗൾഫിലുള്ളവരും ഹല്ലേലൂയ ഭൂമിയുടെ അറ്റത്ത് പാർക്കുന്ന ഏത് നിവാസികളും ആമേ യഹോവയ്ക്ക് പുതിയ പാട്ട് പാടുവാൻ യഹോവയെ ആഗ്രഹിക്കുന്നുണ്ട്. ആമേ നമ്മുടെ മധ്യത്തെ വിടുതൽ നടക്കട്ടെ. ആരാധന ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുവാനിടയായി തീരട്ടെ. നമ്മൾ ഒരുമിച്ച് ദൈവസ്ഥിതിയിൽ ആർക്കുമ്പോൾ അന്ധകാര ശക്തികൾ വിറയ്ക്കുവാനിടയായി തീരട്ടെ. യുഗത്തിന്റെ അമിഖയറുകൾ തകരുവാനിടയായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറവും പ്രാപിക്കുവാനുള്ളവർ അഭിഷേകത്തിൽ നിറയുവാനിടയായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആരും നിർവിചാരികരായിരിക്കാതെ വേണം ആമേൻ മീറ്റിംഗ് ഹല്ലേലൂയ വലിയ ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ മഹനീയ സാന്നിധ്യം നമ്മളായിരിക്കുന്ന സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ആരാധന വിടുതലുണ്ട്, പ്രാർത്ഥന വിടുതലുണ്ട്. ആമേൻ ആമേൻ. ബന്ധനങ്ങൾ അഴിയുവാനിടയായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വന്ദനമേ യേശുരക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനും യോഗ്യനേ. പൊന്നു മഹേശ്വരേ നിന്നുടെ കാരുണ്യം, പൊന്നു മഹേശ്വരേ നിന്നുടെ കാരുണ്യം സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുവേ, സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുവേ. വന്ദനമേ യേശുരക്ഷകൻ നായകനേ, വന്ദനമേ ആമേൻ. വന്ദനമേ വന്ദനത്തിനെന്നു യോഗ്യനേ, വന്ദനത്തിനെന്നു യോഗ്യനേ. നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാൻ, നിന്നാനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാൻ. നിന്നുടെ വന്ദനം എന്നുമെൻ ഗാനമാ, നിന്നുടെ വന്ദനം എന്നുമെൻ ഗാനമായി. വന്ദനമേ യേശുരക്ഷകൻ നായകനേ, വന്ദനമേ ആമേൻ. വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. കാൽവരി ദർശനം കാണുന്നെൻ മുൻപിലായി, കാൽവരി ദർശനം കാണുന്നെൻ മുൻപിലായി. അൻപിനാലുള്ളവൻ കണ്ണുനീറായുന്നേ, അൻപിനാലുള്ളവൻ കണ്ണുനീറായുന്നേ. വന്ദനമേ യേശുരക്ഷകൻ നായകനേ, ആമേൻ. വന്ദനമേ വന്ദനമേ ആമേൻ. വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ.
തുല്യമൻ വിശ്വാസ സേവനം പരലോക തുല്യമേ വിശ്വാസ സേവനം വന്ദനമേ യേശു രക്ഷകൻ നായകനേ ഹവേ വന്ദനമേ ഹവേ വന്ദനമേ വന്ദനത്തിരുന്നു യോഗ്യനേ വന്ദനത്തിരുന്നു യോഗ്യനേ വന്ദനത്തിരുന്നു യോഗ്യനേ ഹവേ വന്ദനത്തിരുന്നു യോഗ്യനേ ഹല്ലേലൂയ ഓരത്താലക്ഷേം ഹല്ലേലൂയ ഉടവര വര വര ദീപല വര വര വശവര ചവര ശരാദര ഉടവര നിഗമന ധുരജാതക ദല ഭൈരവര ചമന ശകരാധല മുഖാദവര ഓ യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ ഉറവര ഖമശതരി ഖലദുരമന ശാന്തവര ഗടഗസിയാരവ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവ് മാത്രം ഹല്ലേലൂയ വന്ദനത്തിന് യോഗ്യനായ കർത്താവ് സ്തുതികൾക്ക് യോഗ്യനായ കർത്താവ് ആമേൻ 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 ഉന്നത ഉയർന്നിരിക്കുന്നവൻ ശാശ്വതവാസിയായ കർത്താവ് ഹല്ലേലൂയ ശകരഗസിരെ ഖല ശാന്തവന ഗടഗതുരാരവ ചൂടവല ബല ബല ദീനബല ഗടഗശ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ ഞങ്ങളുടെ സാന്നിധ്യത്തിനായി സ്തോത്രം 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 കർത്താവേ ഞങ്ങളുടെ ശ്രദ്ധ ഞങ്ങളുടെ മേൽ പകരുമറങ്ങണമേ ദൈവകൃപ ഞങ്ങളെ പകരുമറങ്ങണമേ ആരാധന ബന്ധനങ്ങൾ അഴിമറങ്ങണമേ കർത്താവേ ഓ ഹല്ലേലൂയ ജനമാത്മീയ വർധന പ്രാപിക്കുവാനിടയായിത്തീരണമേ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ദാമേറെ മനശിഖോലത മനധുര ശാതഗരഗടഗസി ഐജബല യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ അങ്ങയുടെ സാന്നിധ്യത്തിനായ സ്തോത്രം കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിനായ സ്തോത്രം 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 നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവേ ആമേ ഹല്ലേലൂയ ഹല്ലേലൂയ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കും പറയണമേ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ അങ്ങയുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്ന ദൈവമാകിയ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദിവസങ്ങളധികമായി പ്രാർത്ഥിക്കുവാനുള്ള കൃപ തരുമാറണമേ പത്തിനായിരം പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ എന്റെ ജനത്തിന്റെ മുദ്രയുടെ നിഹതമാ നിമിത്തം രാവും പകലും കരയേണ്ടതിന് തലയെ വെള്ളം കൊണ്ട് എന്റെ കണ്ണിനെ കണ്ണുനീരുമാക്കി തീർക്കുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഹല്ലേലൂയ ചുടമരമന ദുരമന ഹടകന ദുരമരക ചുരമന ഘടക ശന്തമന ഹസ്തരാധീപന ഘടക തുരി ഘടക ശന്തരെ വൈനഗരക തുരി ഘടക ശന്തമാനകസ്യാരവ ഹല്ലേലൂയ 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 കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ആമേ ഹല്ലേലൂയ ദൈവശക്തി ഞാൻ ആമേ ആമേ ഞാൻ ആമേ വളരെ ദൈവശക്തി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആമേ നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട് 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ആമേരുടെ മധ്യത്തിൽ ഇറങ്ങി വരാം നരളിച്ചത് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളതിനുള്ളതിനായി നമ്മുടെ നടുവിലുള്ളതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഹല്ലേലൂയ 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 നമുക്ക് ചില വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം പ്രൈസ് ദി ലോർഡ് നമുക്ക് കൂടി വരുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇടവ് നിൽക്കുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നവരാണ് സ്തോത്രം ചെയ്യുന്നു നമുക്ക് വിഷയങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം മതിയായിട്ട് ഹല്ലേലൂയ നമുക്ക് ഗ്രേറ്റ് വിഷൻ ഓർത്തോട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ കർത്താവിന്റെ പ്രിയപ്പെട്ട ദേവദാസിനെ ഓർത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ 3 മണി വരെയും കർത്താവദാസൻ വർക്ക് ചെയ്യുകയാണ് സ്തോത്രം നമ്മളെല്ലാവരും ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രിയ ദേവദാസ് ഹീസ് വർക്കിംഗ് സോ ഹാർഡ് ഹല്ലേലൂയ കർത്താവിന്റെ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം എനിക്ക് കൊടുത്ത ദർശന പ്രകാരം ഹല്ലേലൂയ വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്യുന്ന ദേവദാസിനെ ഓർത്തുകൊണ്ട് നമുക്ക് വളരെ ശക്തമായി പ്രാർത്ഥിക്കാം ഞാൻ ദിവസം പ്രാർത്ഥിക്കർത്താവേ ദാസന് ആയുസ് കൊടുക്കണമേ ആരോഗ്യം കൊടുക്കണമേ ആമേ നമുക്ക് ഹല്ലേലൂയ ദൈവ വചനത്തിൽ നിന്ന് പകർന്നു തരണമെങ്കിൽ ആമേ ഹല്ലേലൂയ കർത്താവിന്റെ ദാസന് ദൈവ ആയുസ് കൊടുക്കണം ആരോഗ്യം കൊടുക്കണം ബലം കൊടുക്കണം എല്ലാ ദൈവകൃപയും പകർന്നു കൊടുക്കണം ആകെ ദേവദാസിനെ ഓർത്തുകൊണ്ട് നമുക്ക് വളരെ ശക്തമായി പ്രാർത്ഥിക്കാം ഹൃദയത്തിൽ ആഗ്രഹം ദൈവം നൽകട്ടെ ഹല്ലേലൂയ ആമേ പ്രിയപ്പെട്ട ആന്റി
ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. തലമുറകളെ രണ്ടുപേരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിൻസിമുക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. റിസൾട്ട് വേണ്ടി കാത്തിരിക്കുന്നുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള ഒരു വിജയം യഹോവയ സംഭവിച്ചു എന്ന് പറയത്തക്ക വിധത്തെ കുഞ്ഞിന്റെ കർത്താവ് ഹല്ലേലൂയ അനുഗ്രഹമായ രീതിയിൽ വിജയം കൊടുക്കുകയാണ്. അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിൻസിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഏറ്റവും അനുഗ്രഹമായി തീരണതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൊച്ചു കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഭാരവിഷയെല്ലാം ദൈവം വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടവളായി വളർന്നു വരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സ്തോത്രം നമ്മൾ ഹല്ലേലൂയ പ്രയത്ന വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വിഷയങ്ങളൊന്നും ഞാൻ എടുത്ത് പറയുവാൻ ആഗ്രഹിക്കും. നമുക്ക് വിഷയങ്ങളെല്ലാം അറിയാവുന്നതാണ്. സ്തോത്രം ഹല്ലേലൂയ. ദൈവം തക്ക സമയത്ത് കാര്യങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 41 ദിവസങ്ങളായി ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളെ ഉപവാസ പ്രാർത്ഥനകളെല്ലാം നമ്മൾ കേട്ട വിഷയമാണ്. ദൈവം സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം നൽകേണ്ടതിന് വേണ്ടി വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവയിലായിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കും. അവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കും. തലമുറകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഒരാൾക്ക് ശുദ്ധമായിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്നപ്പ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. പല രാജ്യങ്ങളിലായിരിക്കുന്നു ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ പാദവീരെ ആയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. സർവശക്തനെ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പാട്ടുകൾ എല്ലാം കർത്താവെ ആരാധന കർത്താവെ എല്ലാം അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടുതന്നെ സ്തോത്രം സ്തുതിക്കുന്നു. തക്ക സമയത്ത് ഞങ്ങൾക്ക് ഉത്തരം തരുന്ന ദൈവമായ നന്ദിയോടെ സ്തോത്രം കർത്താവെ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ പാസ്റ്ററിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവെ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾക്കായി അങ്ങേക്ക് വേണ്ടി ചെയ്യുന്ന വേലയെ കർത്താവെ അങ്ങ് മാനിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ ശരീരത്തിലൊരു ക്ഷീണവും ഉണ്ടാകാൻ കർത്താവെ അങ്ങ് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന. സകല കുറവുകളും പോരായ്മകളും എല്ലാം നികത്താൻ അങ്ങ് സർവശക്തനാണ്. അപ്പൊ ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ ശരീരത്തിൽ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ അങ്ങേക്ക് വേണ്ടി ഇനി അനേക ആത്മാക്കളെ നേടുവാൻ കർത്താവെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രപ്പ. കർത്തദാസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന. ആരോഗ്യത്തോടെ ബലത്തോടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലുള്ള ഹല്ലേലൂയ കുറച്ചുകളെല്ലാം നികത്തി കർത്താവെ ആരോഗ്യത്തോടു കൂടി കർത്താവെ പാസ്റ്ററിന് താങ്ങും തുണയുമായിരിക്കുവാൻ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി പുറകിൽ നിന്ന് പ്രവർത്തിക്കുവാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട പ്രിൻസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടുത്ത ആഴ്ച കർത്താവെ റിസൾട്ടിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഹല്ലേലൂയ അങ്ങ് പ്രവർത്തിച്ചിരിക്കുക. നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട് ഞങ്ങൾക്ക് കേൾക്കുവാൻ ഞങ്ങളുടെ ചെവികളെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രത്യാശയും സമാധാനവും സന്തോഷവും എല്ലാം അങ്ങിൽ നിന്ന് മാത്രമാണ് കർത്താവെ. സകല നന്മയും അങ്ങിൽ നിന്ന് മാത്രമാണ് വരുന്നത് കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം. കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഏത് നിലയിലായിരിക്കുന്നു ആ നിലയിൽ കർത്താവെ ഹല്ലേലൂയ അതിൽ നിന്ന് അങ്ങ് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ആത്മീയമായി ഉയർത്തണമേ, ഭൗതികമായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കൊടുത്ത കുഞ്ഞിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. സകല ബാലാരിഷ്ടവും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ നോട്ടമേൽക്കാതെ കുഞ്ഞിനെ തൃക്കരങ്ങൾക്കുള്ളിലാക്കി സംരക്ഷിക്കണമേ അപ്പ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമായ കർത്താവെ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മകളായി ജീവിക്കാൻ കർത്താവെ ആ കുഞ്ഞിനെ അങ്ങ് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ. കൊടുത്ത ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കർത്താവെ സകല ശാരീരിക അസ്വസ്ഥവും ഞങ്ങൾക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നതിനായ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ ജോലിയുടെ കർത്താവെ ഏതവസ്ഥയിലായിരിക്കുന്നു ജോലി ഹല്ലേലൂയ സ്തോത്രം. ജോലി കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലിയോടൊപ്പം കർത്താവെ അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുവാൻ കർത്താവെയും അങ്ങനെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ കർത്താവെ കുടുംബം മുഴുവനായിട്ട് കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന കുടുംബമായിരിക്കട്ടെ. അപ്പൊ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്നു. ഗ്രീൻ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ അനേക ആത്മാക്കൾ കൂടി വരുവാൻ കർത്താവെ ഹല്ലേലൂയ ജോയിൻ ചെയ്യുവാൻ കർത്താവെ അനേക ആത്മാക്കളെ പുറത്തെടുക്കുവാൻ കർത്താവെ അങ്ങനെ കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ കർത്താവെ ഇടയാക്കുന്നതിനായ നന്ദിയോടെ സ്തോത്രം. സ്തുതിക്കുന്നു. അതുപോലെ മിഷൻ ടവറിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അപ്പൊ അനുഗ്രഹിക്കുന്ന അതിന്റെ ആവശ്യങ്ങൾ
കാര്യങ്ങളെല്ലാം കർത്താവെ അറിയുന്നു. അങ്ങ് അറിയുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങേക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. തക്ക സമയത്ത് കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. തക്ക സമയത്ത് എല്ലാ ഇൻസ്റ്റാൾമെന്റ് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയും വാതിലും കർത്താവെ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളോട് അങ്ങ് ഇടപെടുന്ന മുഖാന്തരങ്ങളെ അങ്ങ് ഒരുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. സ്തുതിക്കുന്നു കർത്താവെ. ഈ കുടുംബത്തിന്റെ ആവശ്യങ്ങളെല്ലാം കർത്താവെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ആത്മീയ ഭൗതിക സാമ്പത്തികമായിട്ട് അങ്ങ് ഉയർത്തുന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പ. സ്തോത്രം ചെയ്യുന്ന ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം അപ്പ. ഹല്ലേലൂയ. സ്തോത്രം. ദുഷ്ടൻ കർത്താവെ മുമ്പ് ദുഷ്ടന്റെ നോട്ടമേൽക്കാതെ ഈ കുടുംബത്തെ കർത്താവെ ഹല്ലേലൂയ അങ്ങ് വേലി കെട്ടി സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. സ്തോത്രം. സ്വർഗീയ പിതാവേ കർത്താവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയുടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ധാരാളമായി പ്രാർത്ഥിക്കാൻ വിട്ടുപോയി. ആമേൻ. സ്തോത്രം. ആമേൻ. പ്രിയാന്റി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വീണ്ടും അടുത്ത വിഷയത്തിന് വേണ്ടി നമുക്ക് ഒരു വിഷയത്തിന് വേണ്ടി ഇപ്പം കൂടെ പ്രാർത്ഥിക്കാം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ എല്ലാ രാജ്യങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷ അമേരിക്കയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ. അടുത്ത ജനുവരി 20th ആമേൻ അടുത്ത പ്രസിഡന്റിന്റെ ഇനാഗുറേഷൻ സെറമണി നടക്കുകയാണ്. പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലേക്ക് കടന്നു വരികയാണ്. സ്തോത്രം. ആമേൻ. പ്രിയ ദൈവത്തിന്റെ ജനമേ, അമേരിക്കയെ വലിയ വിടുതൽ ആവശ്യമാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആമേൻ. സ്തോത്രം. വലിയൊരു മാറ്റം അമേരിക്കയിൽ കടന്നു വരേണ്ടതിന് വേണ്ടി ആമേൻ രാജാക്കന്മാരെ നീക്കുകയും വാഴിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കർത്താവാണ്. സ്തോത്രം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കൈ നീർത്തോട് കണക്കിയിരിക്കുന്നു. അത് ഇഷ്ടമുള്ളിടത്തൊക്കെയും തിരിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനായ ദൈവമാണ്. ആകെ സ്തോത്രം. ആ ഇനാഗുറേഷൻ സെറമണിയിലെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ആമേൻ മറ്റുള്ളവർ കണ്ടിത് യഹോവ തെരഞ്ഞെടുത്ത പുരുഷനെന്ന് പറയത്തക്ക വിധത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വലിയ വൻകാര്യങ്ങളെ ആ ദിവസം ചെയ്യേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ആമേൻ പ്രത്യേകമായ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഓരോ ടെററിസ്റ്റ് അറ്റാക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കരുത്. വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകേണ്ടതിന് വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പണ്ട് കാലത്തൊക്കെ അനേക മിഷണറീസിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അയച്ചിട്ടുള്ള രാജ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന്, വീണ്ടും കർത്താവ് ദൈവത്തിൽ ആനന്ദിക്കേണ്ടതിന്, ജനം മടങ്ങി വരേണ്ടതിന്, മടക്കി വരുത്തുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ദിവസം അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളെ എല്ലാ ദിവസങ്ങളിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആമേൻ. സ്തോത്രം. ആമേൻ. ഈ മീറ്റിംഗിലായിരിക്കുന്ന ഒരു പ്രിയ ദേവദാസിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുകയാണ്. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ ട്രീസ എന്ന് പറയുന്ന ഒരു ആന്റി ഇതിനകത്തുണ്ട്. ആമേ ആന്റിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. നമുക്ക് അറിയാം നമ്മളെല്ലാവരും ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഒരു അവയവത്തിന് എന്തെങ്കിലും ഭാരമുണ്ടായ എല്ലാ അവയവങ്ങൾക്കും അത് വേദനയുള്ളതാണ്. സ്തോത്രം. ആന്റി എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ ആത്മഭാരം വിഷയത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഭവനത്തെ വളരെ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ഒരു ആന്റിയാണ്. വളരെ സ്വസ്ഥതകേടിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ. വിദേശ രാജ്യത്താണ് ഇപ്പോഴുള്ളത്. എന്നാൽ അടുത്ത മാസം നാട്ടിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ആ പ്രിയ ദേവദാസ്യ ആ നാട്ടിൽ കടന്നു ചെല്ലുമ്പോൾ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയ ഭവനത്തിൽ ഇറങ്ങി വരണം. ഹല്ലേലൂയ. എല്ലാ കല്ലുകളെയും മുള്ളുകളെയും യേശുവിന്റെ നാമത്തിൽ തുടച്ചു മാറ്റുവാൻ തക്കവണ്ണമുള്ള അഭിഷേകത്തിന്റെ ശക്തി ആ കുടുംബത്തിൽ വ്യാപരിക്കണം. ഹല്ലേലൂയ. ഒരു സ്വസ്ഥതയുടെ അനുഭവം ആ ദേവദാസിക്ക് കടന്നു വരണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ താൻ ഭയപ്പെടുന്നത് ഭവിക്കാതെ വേണം. ദൈവത്തിന്റെ ആത്മാവ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതിന് വേണ്ടി ആമേൻ ദൈവസഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. പത്രോസിനെ കാരാഗൃഹത്തിലാക്കിയിരുന്നപ്പോ അഭിഷേകം പ്രാപിച്ച എല്ലാ പ്രിയ ദൈവജനങ്ങളും ആമേൻ അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ച എല്ലാവരും അന്യഭാഷ അടയാളത്തോടുകൂടെ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് അനിഷ്ട സംഭവങ്ങളിൽ ദൈവം വിടുവിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തെ
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ ആ കുടുംബത്തിന് വേണ്ടി, ആ ട്രീ സ്റ്റാൻഡിക്ക് വേണ്ടി ആമേ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുക. ആ കുടുംബത്തെ ഹല്ലേലൂയ സമാധാന സ്വസ്ഥതയുമായി കേണ്ടതിന്, ആ വിഷയങ്ങളെ തീർപ്പ് കൽപ്പിക്കേണ്ടതിന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ നടക്കുന്ന വചന ശുശ്രൂഷ ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് അവരൊക്കെ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ അങ്ങ് സ്തുതിപ്പാൻ തന്ന ആയുസ്സിനായി ആരോഗ്യത്തിനായി നന്ദി പറയുന്ന കർത്താവെ, ഹല്ലേലൂയ. ഇങ്ങനൊരു സൂം മീറ്റിംഗ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവ്, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ കേട്ടിട്ടില്ലാത്തതും കർത്താവെ മറഞ്ഞു കിടക്കുന്നതുമായ കർത്താവെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കോണം കർത്താവെ ദേവദാസനെയും ദൈവമേ ഹല്ലേലൂയ വചന ശുശ്രൂഷിക്കുന്ന മക്കളെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. അവിടുത്തെ കരങ്ങളിൽ പറയപ്പെട്ട വിഷയത്തെ സമർപ്പിക്കുന്നു കർത്താവെ. അമേരിക്ക ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഹല്ലേലൂയ. ദൈവമേ, ട്രംപ് കർത്താവെ ഭരണത്തിനായിട്ട് കയറാൻ പോവുകയാണല്ലോ ദൈവമേ. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ കർത്താവെ, ഹല്ലേലൂയ. ശലോമോന് കൊടുത്ത ബുദ്ധി ജ്ഞാനവും പരിജ്ഞാനവും നൽകി സഹായിക്കുമാറാകണമേ കർത്താവെ, ഹല്ലേലൂയ. മനുഷ്യ കരങ്ങളൊന്നും ഉയരുവാൻ സമ്മതിക്കല്ലേ കർത്താവെ. അമേരിക്കയ്ക്ക് വലിയൊരു വിടുതൽ ആവശ്യമായിരിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടട്ടെ കർത്താവ്. ജനത്തിന് സമാധാനവും സ്വസ്ഥതയും നൽകി സഹായിക്കുമാറാകണമേ കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അപ്പൊ അവിടുത്തെ കരങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിനെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന സമാധാനത്തിന്റെ ദൈവമോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗത്തിൽ കർത്താവെ സാത്താനെ കാൽക്കീഴെ ചവിട്ടി മതിക്ക് കർത്താവെ, ദുഷ്ടം പ്രബലനാബലം ശത്രുജയം കുറിച്ചല്ലേ കർത്താവെ. വലിയ വിടുതല് അമേരിക്ക മുഖേന രാജ്യങ്ങളൊക്കെ അനുഭവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ട്രംപിനെ ദൈവകരത്തിൽ സമർപ്പിക്കുക കർത്താവെ. ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണമേ. ദൈവിക ജ്ഞാനവും പരിജ്ഞാനവും നൽകി സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തിന് സമാധാനവും സ്വസ്ഥതയും നൽകി സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ട്രീസ സഹോദരി സ്തോത്രത്തോട് കരത്തിൽ ഏൽപ്പിക്കുന്നു. എന്റെ മകളെ അനുഭവിക്കുന്നതായ വ്യതയെ ദൈവം ദൂരത്തു നിന്ന് കാണുന്നുണ്ടല്ലോ കർത്താ, ഹല്ലേലൂയ. കർത്താവെ, വലിയൊരു വിടുതൽ സമാധാനം അവിടെ നയിക്കണമേ കർത്താ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ അങ്ങയുടെ ജനത്തെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താ, ഹല്ലേലൂയ. ഭവനത്തെ ഏൽപ്പിക്കുന്നു, കുടുംബത്തെ ഒന്നുകൂടി ഏൽപ്പിക്കുന്നു കർത്താവെ, ഹല്ലേലൂയ. കുടുംബത്തിലുള്ളവരെ എല്ലാം ഹല്ലേലൂയ. അവരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെടണമേ, സംസാരിക്കണേ. ദൈവത്തിന്റെ വചനം തീ പോലെ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് തീക്കല്ലിനെ നീർവാക്കിയും കർത്താവെ, ഹല്ലേലൂയ ചെയ്ത ദൈവം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പ. കുടുംബത്തിന്റെ വിഷയങ്ങളെ ഞങ്ങൾ അറിയുന്നില്ല, ദൈവം അറിയുന്നു. ദൈവമേ, സഹോദരി നാട്ടിൽ കടന്നു ചെല്ലുമ്പോൾ കർത്താവെ വലിയ സമാധാന സ്വസ്ഥത അനുഭവിപ്പാൻ സഹായിക്കണമേ. ത്തിലുള്ള എല്ലാ പ്രതികൂലങ്ങളെ ശാസിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് സഹോദരിമാരെ അനുഭവിക്കുന്ന വ്യതകളെ കാണുന്നുണ്ടല്ലോ ദൈവമേ. കുടുംബത്തെ ചൊല്ലി കരയുന്നു കർത്താവെ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. ഒരു വലിയ വിടുതൽ നൽകി സഹായിക്കുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേവദാസനെ സമർപ്പിക്കുന്നു കുടുംബമായി കർത്താവെ. എല്ലാ വിഷയത്തെ ഏൽപ്പിക്കുന്ന കർത്താവെ, മുതൽ ഇസഡ് വരെയുള്ള സകല വിഷയത്തിന് മേലും കൃപയാവരിക്കണേ, ശക്തി പകരണേ കർത്താവെ, ഹല്ലേലൂയ. അനുഗ്രഹിക്കണേ കർത്താവെ. സ്ലോട്ടിലായിരിക്കുന്ന എല്ലാ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണേ. സൂമിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മകളെ ശക്തീകരിക്കണേ, അനുഗ്രഹിക്കണേ കർത്താവെ. അനേകർക്കൊരു ആശ്വാസത്തിന് വിടുതലുമാക്കി തീർക്കണമേ. എല്ലാ രാജ്യങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്തു. ഓരോ രാജ്യത്തെ സഹോദരിമാരായിരിക്കുന്നല്ലോ ദൈവമേ. അവിടെയൊക്കെ വലിയ വിടുതൽ നൽകി സഹായിക്കേണ്ടതിനായി സ്തുതിക്കുന്നു, സ്തോത്രം. കർത്താവിന്റെ കരത്തെ സമസ്തകളെ ഏൽപ്പിക്കുന്നു, പ്രാർത്ഥനയായി സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ഒരു ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താദാസി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ പാടുവാനും ആരാധിക്കുവാനും ഒക്കെ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ആമേൻ, സ്തോത്രം. അടുത്തതായി
ആമേൻ. വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ് കർത്താവ്. ആമേ. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവർ വീഡിയോ ഓൺ ആക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. ദൈവവചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ദൈവവചനമാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. ദൈവവചനമാണ് ഹല്ലേലൂയ ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. അത് ജീവനും ചൈതന്യവും പകരുന്നതാണ്. ആമേ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ആമേ. പുല്ലുടങ്ങുന്ന പൂവാടുന്നു, എന്നാൽ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ തിരുവഴുത്തും ദൈവവിശ്വാസീയമാണ്. ആമേ. ഹല്ലേലൂയ. നമ്മളെ പണിയും, അത് നമ്മളെ ആമേൻ ആമേൻ ചൈതന്യം പകരും, അത് നമ്മളെ സൗഖ്യമാക്കും, അത് നമ്മളെ രൂപാന്തരം വരുത്തും. ഹല്ലേലൂയ. ആകെ ആ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുവാൻ ഇടപെടുവാനിടയായി തീരട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ശക്തമായി ഇടപെടുവാനിടയായി തീരട്ടെ. ഓരോ താലശ്ശേരി നിമിഷം പ്രാർത്ഥിക്കാൻ പരിശുദ്ധനായ കർത്താവിന്റെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത്രയും സമയം നമുക്ക് പാടിയാൻ കർത്താവെ വിവിധ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവങ്ങളുടെ ജീവിതത്തിലേക്ക് അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ജനത്തിന് മുന്നാകെ ഞങ്ങളായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ, അങ്ങയോട് ഇടപെടുമാറകണമേ. കർത്താവെ, സ്വയമേ ഒന്ന് സംസാരിക്കാതെ വേണം ആത്മാവ് സംസാരിക്കുന്നത് പറയുവാനിടയാക്കം മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വാതിൽ തുറന്നു തരും മറകണമേ. സാന്നിധ്യ പൊതുത്തോടെ ഞങ്ങളെ ഇരുത്തണമേ. കടന്നതിലേക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയെ കേൾക്കണമേ. സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്ന കർത്താവിനെ ദാസനും അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആസ്വദിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. അല്പനേരത്തെ ചിന്തിക്കാൻ നമുക്ക് വേദഭാഗം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 45 to 51. മത്തായി എഴുതിയ സുവിശേഷം വായിക്കാം. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വെക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു. കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. ആമേൻ. നമുക്കറിയാം, ആമേൻ, എന്റെ ഒരു പ്രസംഗത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുൾ സെർവന്റ് എന്നുള്ളതാണ്. സ്തോത്രം. ഫെയ്ത്ത്ഫുൾ സെർവന്റ്, വിശ്വസ്തനായ ദാസൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു കർത്താവ് ഹല്ലേലൂയ ഈ ഭൂമിയിൽ തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ധാരാളം ജനങ്ങളോട് സംസാരിച്ചത് കൂടുതൽ ഉപമകളായിട്ടാണ് സംസാരിച്ചത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ ഒരു പർട്ടിക്കുലർ പാരഗ്രാഫ്, ഈ ഒരു ദാസൻ, മാസ്റ്റർ ആൻഡ് സെർവന്റ് എന്ന് പറയുന്ന ഉപമകൾ, പല ഉപമകളുണ്ട്. ഏകദേശം 8 ഉപമകൾ ഉണ്ട്. അത് സിനോപ്റ്റിക് ഗോസ്പൽസിൽ, അഥവാ സമാന്തര സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവയിലായിട്ട് 3 സുവിശേഷങ്ങളിലായിട്ട് 8 പ്രാവശ്യത്തോളം ഈ യജമാനൻ, മാസ്റ്റർ ആൻഡ് സെർവന്റ് എന്ന് പറയുന്ന ഉപമകൾ പല രീതിയിലായിട്ട് യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ പർട്ടിക്കുലർ വാക്യങ്ങളിൽ കൂടെ നമ്മുടെ കർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. നമ്മൾ ഭൂമിയിൽ എത്ര വിശ്വസ്തയോടും സൂക്ഷ്മതയോടും കൂടെ ജീവിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്ന ദാസന്മാരായി തീരണം,
ദാസിമാരായി തീരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് ഈ ഉപമകൾ ഈ ഒരു ഉപമ ശിഷ്യന്മാരോട് പറയുവാനിടയായി തീർന്നത്. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസന്മാരായിരിക്കുന്ന നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ എത്ര സൂക്ഷ്മതയോടും എത്ര വിശ്വസ്തയോടും ദൈവസന്നിധിയിൽ ആയിരിക്കണമെന്ന് കർത്താവ് എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു പർട്ടിക്കുലർ പോർഷനാണ് നമ്മൾ ഇവിടെ വായിക്കുവാനിടയായി തരുന്നത്. നമുക്കറിയാം സ്തോത്രം, ഒരു ദാസനുമുണ്ട് അടിമയുമുണ്ട് അല്ലെ. ഹല്ലേലൂയ. ഒരു ഉടമസ്ഥന്, ഒരു യജമാനന് ഒരു ദാസനും പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഒരു അടിമയ്ക്കും പ്രത്യേകതയുണ്ട്. ഒരു അടിമ എന്ന് പറയുന്നത് ഒരു യജമാനന്റെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിർബന്ധിതനായിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ പ്രത്യേകിച്ച് ഒരു ആത്മാർത്ഥതയോ അല്ലെങ്കിൽ അവര് ചിലപ്പം പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഒരു ആത്മാർത്ഥതയൊന്നും കാണണമെന്നില്ല. എന്നാൽ ഒരു സെർവന്റ്, ഒരു ദാസൻ എന്ന് പറയുമ്പോൾ യജമാനന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ അറിഞ്ഞ് യജമാൻ എന്താണ് ഇഷ്ടം, അനിഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്, ആഗ്രഹങ്ങളൊക്കെ ഇതേ ദാസന് നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അതാണ് ദാസനും അടിമയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. ഈ ഒരു പോർഷനിൽ നമുക്ക് ഇതിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. 24-ാം അധ്യായം അതിന്റെ ആദ്യത്തെ വാക്യങ്ങളെ നമുക്ക് വായിക്കുവാൻ കഴിയും. യേശു കർത്താവ് ദേവാലയം വിട്ട് പുറത്തിറങ്ങുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞു, യേശു കർത്താവ് അവരോട് പറയാണ്, ഇതൊക്കെ കാണുന്നില്ലയോ? എന്നാൽ ഇടിഞ്ഞു പോകാതെ കല്ലുമേൽ കല്ല് ഇവിടെ ശേഷിപ്പിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ശിഷ്യന്മാർ ഒന്നും പറഞ്ഞില്ല. എന്നാൽ അവർ ഒലിവ് മലയിൽ യേശു കർത്താവും ശിഷ്യന്മാരും തനിച്ചായിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശു കർത്താവിനോട് ഇപ്രകാരം ചോദിക്കുന്നു. കർത്താവേ, അവന്റെ അടുക്ക് വന്നിട്ട് ഇപ്രകാരം ചോദിക്കുന്നു, സ്തോത്രം, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തൊക്കെയാണെന്ന് തനിച്ച് ഒലിവുമലയിലായിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശു കർത്താവിനോട് ചോദിക്കുകയാണ്. സ്തോത്രം. ആ ഒരു അധ്യായം ഫുള്ള് കർത്താവ് ശിഷ്യന്മാർക്ക് തന്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളങ്ങളും ലക്ഷണങ്ങളും പറഞ്ഞു കൊടുക്കുന്നതാണ്. അധ്യായം മുഴുവൻ നമുക്ക് വായിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ലോക സംഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ ലോകമെങ്ങും സുവിശേഷം എത്തിക്കഴിയുമ്പോൾ എന്റെ വരവിന് അവസാനമാകും. അതുപോലെ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേറ്റ് വരും. അങ്ങനെ പല കാര്യങ്ങളും യേശു കർത്താവ് ശിഷ്യന്മാരോടായി പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന ശിഷ്യന്മാർ എങ്ങനെയുള്ള ദാസന്മാരായിരിക്കണമെന്ന് എംഫസൈസ് ചെയ്തുകൊണ്ട് കർത്താവ് ഈ ദാസന്റെയും യജമാനന്റെയും ഉപമ അവിടെ പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് ഒരു ഉപമ ഇങ്ങനെ പറയുന്നു, യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ. ഹല്ലേലൂയ. അപ്പോൾ ഒരു യജമാനൻ തന്റെ ഭവനത്തിലുള്ള ഒരു ദാസനെ പിക്ക് ചെയ്യുന്നു. അവന് ഏത് ക്വാളിറ്റിയാണുള്ളത്? ധാരാളം ദാസന്മാർ അവിടെ ഉണ്ട്. എങ്കിലും വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ. ആ വേർഡ് എന്നെ വളരെ ചിന്തിപ്പിക്കുവാനിടയായി. അനേക ദാസന്മാർ ചിലപ്പോൾ ആ വീട്ടുടമസ്ഥന് കാണുമായിരിക്കും. എന്നാൽ പിക്ക് ചെയ്തത് ആരെയാണ്? വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനെയാണ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെയും ഒരു യജമാനൻ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, യജമാന്മാരെ, നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ യജമാനൻ എവിടെയുണ്ട്? നമ്മുടെ യജമാനൻ സ്വർഗത്തിലുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യജമാന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനനുണ്ട് എന്ന് അറിഞ്ഞ് ദാസനോട് നീതിയും ന്യായവും ആചരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവം നമുക്ക് യജമാനായ സ്വർഗത്തിലുള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ദൈവജനമേ, ഈ ഒരു യജമാനൻ, ഒരു ദാസന് വീട്ടുടമസ്ഥർക്ക് തക്ക
സമയത്ത് ഭക്ഷണം ഉണ്ടാക്കുവാൻ വിശ്വസ്തനും ബുദ്ധിമാനുമായ ഒരു ദാസനെ തെരഞ്ഞെടുത്തതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവജനത്തോട് പറയുവാനുള്ളത്, ദൈവം നമ്മളെ വിശ്വസ്തരും ബുദ്ധിമാന്മാരുമാണെന്ന് എണ്ണിയത് കൊണ്ടാണ് ഹല്ലേലൂയ ഗ്രേറ്റ് വിഷൻ സെമിനാരിയിൽ പഠിക്കുവാനായി, അനേകരെ ക്രിസ്തുവിലേക്ക് നേടിയെടുക്കുവാനായി തക്ക സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചനകൾ ദൈവജനത്തോട് പറയുവാനായി കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത്. വിളിക്കപ്പെട്ടവർ അനേകരാണ്, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. ഹല്ലേലൂയ ആമേൻ ആമേൻ. ദൈവം നമ്മളെ വിശ്വസ്തരെന്ന് എണ്ണിയത് കൊണ്ട് മാത്രമാണ് കർത്താവ് നമ്മളെ തെരഞ്ഞെടുക്കും. ആ ഒരു ബോധ്യം ഇന്ന് രാത്രികാലം നമുക്കുണ്ടാകുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. യേശുവിനെ വിശ്വസിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിയായിട്ട് കർത്താവ് നമ്മളെ കണ്ടവരാണ്. സ്തോത്രം സ്തോത്രം. ദൈവത്തിനൊരു ചിന്തയുണ്ട്. ഈ ഒരു കാര്യം നമ്മെ ഏൽപ്പിച്ചാൽ, ആനിയാൻറ്റി ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ സിസ്റ്ററെ ഏൽപ്പിച്ചാൽ, ഹല്ലേലൂയ ജസ്റ്റ് ആൻറ്റി ഏൽപ്പിച്ചാൽ, ട്രിസാൻറ്റി ഏൽപ്പിച്ചാൽ വിശ്വസ്തയോടെ ചെയ്യുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. ആ ഒരു ബോധ്യം ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുവാനിടയായി തീരട്ടെ. എന്ന് പറയുന്നു വിശ്വസ്തരായിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ ബുദ്ധിയുള്ളവരുമായിരിക്കണം. വിവേകമുള്ള ഹൃദയം നമുക്കുണ്ടായിരിക്കണം, ബുദ്ധിയുള്ള പരിജ്ഞാനമുള്ള ഹല്ലേലൂയ എല്ലാത്തിനും വിവേചിച്ചറിയുവാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ദേവദാസൻ പറഞ്ഞ വിഷയം എന്നെ വളരെ ചിന്തിപ്പിക്കുവാനിടയായിത്തീർന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നവർക്ക് മനസ്സിലാകും. ഒരു പ്രിയ പൈതൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസൻ ഉടനെ സ്നാനപ്പെടുത്തിയില്ല. ഹല്ലേലൂയ ആത്മാവിൽ അതിനെ വിവേചിച്ചറിയുവാനിടയായിത്തീർന്നു. ഈ കാലഘട്ടത്തെ വല്ലാത്തൊരു കാലഘട്ടത്താണ് നമ്മൾ ആയിരിക്കുന്നത്. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ നമ്മൾ ബുദ്ധിയുള്ളവരായി, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ വിവേകമുള്ളവരായിരിക്കണം. പരിജ്ഞാനമുള്ള ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്തു? വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനെ തെരഞ്ഞെടുത്തു. അവൻ തെരഞ്ഞെടുത്തപ്പോൾ അവന് ബുദ്ധി ഉണ്ടായിരുന്നു, തെരഞ്ഞെടുത്തപ്പോൾ വിശ്വസ്തനായിരുന്നു. സ്തോത്രം. എന്നാൽ അവൻ എന്ത് ചെയ്തു? യജമാനൻ കുറെ വരാൻ ലേറ്റായി എന്ന് കണ്ടുകൊണ്ട് അവൻ എന്ത് ചെയ്യാണ്? അവൻ ദുഷ്ടദാസനായിട്ട് അവന്റെ ഹൃദയം കൊണ്ട് അവൻ പറഞ്ഞിട്ട്, അവൻ യജമാനൻ വരാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞിട്ട് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോട് കൂടി തിന്നു കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാളുകളിലും യജമാനൻ വന്ന് അവനെ ധണ്ണിപ്പിച്ച് കപടഭക്തിക്കാരോട് കൂടെ പങ്ക് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നോക്കിക്കേ, അവനിപ്പോൾ ഈ ദാസന് എന്താണ് സംഭവിച്ചത്? അവന് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ വിശ്വസ്തത അവന് കാത്തു സൂക്ഷിക്കുവാനിടയായി തീർന്നില്ല. അവൻ ബുദ്ധിഹീനനായി തീരുവാനിടയായി തീർന്നു. അവൻ കള്ള ദുഷ്ടന്മാരോട് കൂടെ ചേർന്നിട്ട് ആ യജമാനൻ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ കഴിയാതവണ് അവൻ വിവേകശൂന്യനായി തീരുവാനിടയായി. അങ്ങനെയുണ്ട് എന്ത് സംഭവിക്കും? യജമാനൻ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവനെ ധണ്ണിപ്പിച്ച് കപടഭക്തിക്കാരോട് കൂടെ പങ്ക് കൽപ്പിക്കുമെന്ന് യേശു കർത്താവ് ഇവിടെ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ നമ്മൾ വികാരത്തെ വളരെ വിജിലന്റ് ആയിരിക്കണം. ദൈവം നമ്മളെ വിശ്വസ്തരായി എണ്ണി. എന്നാൽ ഹല്ലേലൂയ കർത്താവിന്റെ വരവോളം നമ്മളെ ഏൽപ്പിച്ചത് ദൈവം വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാ പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ അധൈര്യപ്പെട്ടു പോകാതെ വേണം വിശ്വസ്തയോടെ ദൈവത്തിന്റെ പരമാർത്ഥ ഹൃദയത്തോടെ നിന്നുകൊണ്ട് ബുദ്ധിയുള്ളവരായി തീർന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്തുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ നോക്കി പാർത്ത് ജീവിക്കുന്നവരായി തീരുവാനിടയായി തീരണം. അപ്പോൾ നോക്കിക്കേ, ദാസന് വേണ്ട ഹല്ലേലൂയ 2 ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒന്ന് വിശ്വസ്തത, 2 അവൻ ബുദ്ധിയുള്ളവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. ദൈവം നമ്മളെ ദാസന്മാരും ദാസിമാരുമായി കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്തോത്രം. അനേകരെ ക്രിസ്തുവിലേക്ക് നേടിയെടുക്കുവാൻ കർത്താവ് നമ്മളെ ദൈവദാസന്മാരായി ദാസിമാരായി കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നാൽ ഈ ദാസന്മാരായിരിക്കുന്ന ദാസിമാരായിരിക്കുന്ന നമുക്ക് ചില ക്വാളിറ്റീസ് വേണം. കുറിച്ച് നമുക്ക് ചില
ക്വാളിറ്റീസ് ആവശ്യമാണ്. ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് നമുക്ക് വേണ്ടതെന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നെ ഗ്രഹിപ്പിച്ച് ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിലിരിക്കുവാൻ ആഗ്രഹത്തിനായി ഞാൻ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അത് വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അതിൽ കൂടെ എനിക്ക് വെളിപ്പെടുത്തി തന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് നമ്മുടെ നമുക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 24-ാം ജനസിസ് ചാപ്റ്റർ 24. ഹല്ലേലൂയ. ഇത് വായിക്കുന്നു. അബ്രഹാം വയസ്സു ചെന്നപ്പോൾ വൃദ്ധനായപ്പോൾ യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. അവൻ വയസ്സു ചെന്ന് വൃദ്ധനായപ്പോൾ അബ്രഹാം തന്റെ വീട്ടിലെ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായിരുന്ന ദാസനോട് അബ്രഹാം ഇപ്രകാരം പറഞ്ഞു, നിന്റെ കൈ എന്റെ തുടയിൻ കീഴെ വെക്കുക. ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യ എടുക്കാതെ എന്റെ ദേശത്തും എന്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകനായ ഇസഹാക്കിന് ഭാര്യ എടുക്കണമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നോക്കിക്കേ, തന്റെ വീട്ടിലുള്ള കാര്യവിചാരം മൂപ്പനായ സകലത്തിനും അധിപനായിരുന്ന ദാസനെ വിളിച്ചുകൊണ്ട് താൻ ഇപ്രകാരം പറയുകയാണ്, ഈ ചുറ്റുമുള്ള കനാനിൽ നിന്ന് ഭാര്യയെ എന്റെ മകന് വേണ്ടി എടുക്കാതെ നീ എന്റെ പ്രതിഭവനത്തിൽ കടന്നു ചെന്ന് ഹല്ലേലൂയ മെസൊപ്പൊട്ടേമിയ കടന്നു ചെന്നിട്ട് എന്ത് ചെയ്യണം? എന്റെ പുത്രനായ ഇസഹാക്കിന് വേണ്ടി ഒരു ഭാര്യയെ കൊണ്ടുവരണം. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദാസൻ അവനോട്, പക്ഷെ സ്ത്രീക്ക് എന്നോട് കൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കിക്കൊണ്ടു പോകണമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ദാസനൊരു കോമൺ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചതാണ്. എന്നാൽ അബ്രഹാം അവനോട് പറഞ്ഞു, എന്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ദൈവദാസന് വേണ്ട, ഒരു ദൈവദാസിക്ക് വേണ്ട കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഹല്ലേലൂയ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോട് ചെയ്യുവാൻ വേണ്ടി നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട ഘടകം എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. വിവേകത്തോടെ, ജ്ഞാനത്തോടെ, പരിജ്ഞാനത്തോടെ, ദൈവകൃപയോടെ കാര്യങ്ങളെ വിവേചിച്ചറിയുവാനുള്ള ദൈവകൃപ നമ്മൾ പ്രാപിച്ചെടുക്കുവാനാണ് നമ്മൾ ആദ്യമായി പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കാലാകാലങ്ങളായി ദൈവം നമ്മളെ വിശ്വസ്തരൻ എണ്ണിക്കൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മളെ അനേകം നേടിയെടുക്കുവാനായി ദൈവം വലിയ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദാസൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വചനം പറയുമ്പോൾ അനേക ഹൃദയങ്ങൾ കർത്താവിലേക്ക് വരുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നി. എന്നാൽ കാര്യങ്ങളെ വിവേചിച്ചറിയുവാനുള്ള കൃപ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിച്ചെടുക്കുവാനിടയായി തീരട്ടെ. അപ്പോൾ ഒരു ദാസിന് വേണ്ട, ഒരു ദാസിക്ക് വേണ്ട ആദ്യത്തെ ഉത്തരവാദിത്വം എന്താണ്? ഒരു ക്വാളിറ്റി എന്താണ്? സൂക്ഷ്മത, വിവേകമുള്ള ഹൃദയം, പരിജ്ഞാനമുള്ള ഹൃദയം, ബുദ്ധിയുള്ളവരായി നമ്മൾ തീരണം. രണ്ടാമതായി 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്റെ പ്രതിഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിലെ ദൈവമായ യഹോവ എന്റെ മകന് നീ ഒരു ഭാര്യ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്റെ ദൂതനെ അയക്കും. Praise the Lord. ആമേൻ. സ്വർഗത്തിലെ നമ്മുടെ യജമാനൻ അറിയാം. ഹല്ലേലൂയ. നമ്മുടെ യാത്ര ഈസി അല്ലെന്ന്. ഹല്ലേലൂയ. അബ്രഹാമിന് അറിയാം. തന്റെ ദാസന്റെ യാത്ര ഈസി അല്ലെന്ന്. ഹല്ലേലൂയ. അബ്രഹാമിന് അറിയാം. അതുകൊണ്ടാണ് അബ്രഹാം ഹല്ലേലൂയ ആത്മാവിന്റെ നിറവിൽ ദൈവകൃപ പ്രാപിച്ച മനുഷ്യൻ പറയുവാനിടയായി തീർന്നത് കാര്യം സാധിപ്പിക്കേണ്ടതിന് വേണ്ടി നിനക്ക് മുമ്പേ യഹോവയുടെ ദൂതനെ അവൻ അയക്കുവാനിടയായി തീരും. പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഹല്ലേലൂയ, ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള യാത്രകൾ the road is not easy. ഹല്ലേലൂയ. അത് ദുർഘടം നിറഞ്ഞതാണ്, പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ്. ഇരുമ്പോടാമ്പലുകളെ തകർത്ത്, താമ്രവാതിലുകളെ തകർത്ത് യേശുവിന്റെ നാമത്തിൽ നമ്മുടെ മുന്നമേ നടക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ.
രക്തത്താഴ്ച മുന്നിലുള്ള പർവ്വതങ്ങളെ കണ്ടുകൊണ്ട്, മുന്നിലുള്ള ദുർഘടങ്ങളെ കണ്ടുകൊണ്ട്, മുന്നിലുള്ള ഇരുമ്പോടാമ്പലുകളെ തന്നുകൊണ്ട്, ഇരുമ്പ് വാതിലുകളെ തന്നുകൊണ്ട് അമ്മ പിന്മാറി പോകാനുള്ള ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മുന്നിലുള്ള ദുർഘടങ്ങളെ കണ്ട് ആമേ ഹല്ലേലൂയ നിന്റെ പഠനം നിർത്തിക്കൊണ്ട് പോകുവാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നിന്നെ വിശ്വസ്തദാസനായി എണ്ണിയെങ്കിൽ ഹല്ലേലൂയ ആമേ നിന്റെ പഠനം പൂർത്തീകരിക്കുക, നിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുക, അനേക ക്രിസ്തുവിലേക്ക് നേടിയെടുക്കുവാൻ കർത്താവ് നിന്നെ വിളിച്ചുവെങ്കിൽ ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി ആമേ ദൈവം മുന്നമേ നിന്റെ ദൂതനെ അയച്ച് ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ എന്റെ കർത്താവ് ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ ആമേ സ്തോത്രം. ആമേ നിന്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞു. എന്നാ സ്ത്രീക്ക് നിന്നോട് കൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും, എന്റെ മകനെ അവിടേക്ക് കൊണ്ടുപോകാൻ മാത്രം അരുതെന്ന് ആമേൻ അബ്രഹാം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് നന്നായി അറിയാവുന്നതാണ്. ഇതൊരു റിലേറ്റ് ചെയ്ത് ഞാൻ പറയുന്നത്, 70 പേരെ ദൈവം തെരഞ്ഞെടുത്തപ്പോ, യേശു കർത്താവ് തെരഞ്ഞെടുത്തപ്പോ ഞാൻ പറയാം, നിങ്ങൾ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ അവൻ നിങ്ങളെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ പാദത്തിലെ പൊടി തട്ടിക്കളഞ്ഞേക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഞാൻ ഇവിടെ കമ്പയർ ചെയ്ത് റിലേറ്റ് ചെയ്ത് പറയുകയാണ്. ആമേ ഹല്ലേലൂയ. ഒരാളോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവനെ ഏറ്റെടുക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ആമേ സ്തോത്രം, പിന്നെ നമ്മുടെ കാര്യമല്ല, അവന് ദൈവവുമായിട്ടുള്ള കാര്യമാണ്. സ്തോത്രം ചെയ്യുന്നു. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന, നമ്മൾ ഏൽപ്പിച്ച കാര്യം നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുക എന്നുള്ളതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരുടെ ചില കാര്യങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഒരു കോംപ്രമൈസിന് നിൽക്കുവാൻ നമ്മൾ തയ്യാറാകരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അബ്രഹാം ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ എന്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ട് മാത്രം ചെയ്യരുത്. ഹല്ലേലൂയ. പല കാര്യങ്ങളും കൺവിൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ പഠിക്കുന്ന വചന അടിസ്ഥാനത്തിൽ മാത്രം നിന്നുകൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നേടിയെടുക്കുവാൻ ഈ ദിവസങ്ങളെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ ദാസൻ തന്റെ യജമാനായ അബ്രഹാമിന്റെ തുടയിൽ കീഴി കൈവച്ച് അങ്ങനെ അവനോട് സത്യം ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമതായി ഹല്ലേലൂയ ദാസന് വേണ്ട ഉത്തരവാദിത്തം ക്വാളിറ്റി എന്ന് പറയുന്നത് കീഴ്പ്പെടുവാനുള്ള ഒരു മനസ്സാണ്. പ്രൈസ് ദി ലോർഡ്. അനുസരണമുള്ള ഒരു ഹൃദയമാണ്. ഹല്ലേലൂയ. അവൻ ഇവിടെ യജമാനൻ പറയുന്നത് കാര്യങ്ങളൊക്കെയും അവൻ കേട്ടു, അവൻ കാര്യങ്ങളൊക്കെയും ഗ്രഹിച്ചു, ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. എന്നാൽ അബ്രഹാം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? തന്റെ തുടയുടെ കീഴിൽ കൈവച്ച് ഹല്ലേലൂയ അവനോട് സത്യം ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആലോചന നമ്മൾ കേട്ട് കഴിയുമ്പോൾ, ദൈവശബ്ദം കേൾക്കു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാതെ വേണം ദൈവ ശബ്ദത്തിന് ചെവി കൊടുത്തുകൊണ്ട് ഒരു കീഴ്പ്പെടുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കുവാനിടയായി തീരട്ടെ. സ്തോത്രം. രണ്ടാമതായി ദൈവദാസിന് വേണ്ട ഉത്തരവാദിത്വം ക്വാളിറ്റി എന്ന് പറയുന്നത് കീഴ്പ്പെടുവാനുള്ള മനസ്സ് അഥവാ അനുസരണമുള്ള ഹൃദയമാണ്. സ്തോത്രം. അടുത്തതായി അനന്തരം ആ ദാസൻ തന്നെ യജമാന്റെ ഒട്ടകങ്ങളെയും വിശേഷ വസ്തുക്കളെ കൊണ്ട് പുറപ്പെട്ട് മെസൊപ്പൊത്താമിയയിൽ നാഹോറിന്റെ പട്ടണത്തിൽ ചെന്നു. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്തൊരു കിണറ്റിനരികെ നിർത്തി പറഞ്ഞത് എന്തെന്നാൽ, എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ, എന്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിക്കണമേ. നോക്കിക്കേ, അടുത്തതായി ഒരു ദാസന് വേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. കഥാവിന്റെ വചനത്തിൽ നിന്ന് ഗ്രഹിപ്പിച്ച കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയദൈവത്തിന്റെ ജനമേ, യജമാനൻ പറഞ്ഞു, അല്ലെ നിന്റെ മുന്നിലുള്ള ദുർഘടങ്ങളെ എല്ലാം ദൈവം നിരപ്പാക്കി തരും, ദൂതനെ അയക്കി, ഇതൊക്കെ പറഞ്ഞ് ദൂതന് യജമാനൻ ദാസൻ സന്തോഷിച്ചു നിന്നില്ല. അവിടെ നിന്ന് എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. കർത്താവെ, ഈ കാര്യം എനിക്ക് സാധിപ്പിച്ചു തരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പലപ്പോഴും നമുക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. നമ്മൾ അനേക വാക്തത്വങ്ങൾ കേൾക്കുന്നവരാണ്. കർത്താവ് നമ്മളെ അനേക രാജ്യങ്ങളിൽ യൂസ് ചെയ്യും. കർത്താവിന്റെ നാമത്തിന് വേണ്ടി മഹത്തായ വാക്തത്വങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ വാക്തത്വങ്ങളെയൊക്കെ കേട്ട് നമ്മൾ സന്തോഷിച്ച് നമ്മൾ ഇരിക്കുന്നവരായിട്ടല്ല, അതെല്ലാം കർത്താവ് ചെയ്തോളും എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുന്നവരായിട്ടല്ല ആഗ്രഹിക്കേണ്ടത്. തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു വരുവാനിടയായി തീരട്ടെ. വാക്തത്വങ്ങളുടെ പൂർത്തീകരണത്തിൽ
മുന്നിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസന്നിധി ഇടവെന്ന് പ്രാർത്ഥിക്കുവാനുള്ള ദൈവകൃപയ്ക്കായ ദിവസങ്ങളെ പ്രാർത്ഥിക്കുവാനിടയായി തീരട്ടെ. ആമേ ദാസിന് വേണ്ട അടുത്ത ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആമേ പ്രാർത്ഥനാ ജീവിതമാണ്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഇപ്രകാരം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു, പട്ടണക്കാരുടെ കന്യമാർ വെള്ളം കോരുവാൻ വരുന്നു, നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കാം, നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസ്ഹാക്കിനെ നിയമിക്കപ്പെട്ടവളായിരിക്കട്ടെ. നീ എന്റെ യജമാനോട് കൃപ ചെയ്തു എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുവാനിടയായിട്ട്. എന്നാൽ അടുത്തതായിട്ട് എന്താണ് സംഭവിച്ചത്? അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തീരുന്നതിന് മുന്നേ അബ്രഹാമിന്റെ സഹോദരനായ നാഹോരിന്റെ ഭാര്യ മിൽക്കിയുടെ മകൻ ബെതുവേലിന്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു. ബാല അത് സുന്ദരിയായിരുന്നു. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മൾ ദൈവസന്നിധി യഥാർത്ഥമായി എടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവസന്നിധി യഥാർത്ഥമായി നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ നിഷ്കളങ്ക ഹൃദയത്തോടെ, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധി ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി ലഭിക്കേണ്ട വിഷയങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി ലഭിക്കുവാനിടയായി തീരും. ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ലോങ് ടൈം പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസന്നിധി എനിക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് അനേക അനുഭവങ്ങളുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി ലഭിക്കേണ്ട വിഷയങ്ങൾ നെക്സ്റ്റ് മിനിറ്റ് തന്നെ മറുപടി ലഭിച്ച അനേക വിഷയങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെയും അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ദേവദാസിന്റെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. പ്രിയ ദൈവത്തിന് ജനമേ, ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് നമ്മളെ പുറപ്പെടുവിക്കുമ്പോൾ തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് വേണ്ടി ദൈവസന്നിധി വിശ്വസ്തയോടെ മുട്ടുമേ നിന്ന് ഹൃദയ ഹല്ലേലൂയ കണ്ണീരോടെ പ്രാർത്ഥിക്കുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി ലഭിക്കേണ്ട വിഷയങ്ങള് ദൈവത്തിന്റെ കരം ഇറങ്ങി വരുന്നത് നമ്മൾ പ്രാർത്ഥിച്ച് തീരുന്നതിന് മുന്നേ തന്നെ അത്ഭുത വിഷയമായി ദൈവം ഇറങ്ങി വരുന്നത് കാണുവാൻ നമുക്കിടയായി തീരും. ഹല്ലേലൂയ. അതിനായി കർത്താവ് നമ്മളെ ഇടയാക്കി തീരട്ടെ. ഹല്ലേലൂയ. ധൈര്യപ്പെട്ടു പോകുവാൻ ഇടവരരുത്. ലാഞ്ചം പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ പ്രാർത്ഥിച്ച് മറുപടി ലഭിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് ബുദ്ധി ഉപദേശിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പ്രാർത്ഥിച്ച് തീരുന്ന മുമ്പേ അബ്രഹാമിന്റെ സഹോദരനായ നാഹോറിന്റെ ഭാര്യ മിൽക്കിയുടെ മകൾ ബെതുവേലിന്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു. ഹല്ലേലൂയ. അപ്പോൾ അവൾ കിണറ്റിലിറങ്ങി പാത്രം നിറച്ച് കയറി വന്നു. ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റ് ചെന്നു. നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്കും കുടിപ്പാൻ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിക്കേ, യജമാനെ കുടിക്ക എന്ന് അവൾ പറഞ്ഞു. വേഗം പാത്രത്തെ കയ്യിലിറങ്ങി അവന് കുടിപ്പാൻ കൊടുത്തു. അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടങ്ങൾക്കും വേണ്ടുപോലെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ പാത്രത്തിൽ വെള്ളം കോരി തന്റെ ദാസൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ റിബേക്ക എന്ത് ചെയ്തു? തനിക്കും കൊടുത്തു, തന്റെ ഒട്ടകങ്ങൾക്കും കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അവന് കാര്യം സാധിപ്പിച്ചു തരികയാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്തു? സ്തോത്രം. ഇതെല്ലാം കണ്ടുകൊണ്ട് 20-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിന്റെ അവസാന വാക്യം ഇങ്ങനെ വായിക്കുന്നു. 21-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കിയപ്പോ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ആ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുകയാണ്? കർത്താവേ, നീ എത്ര വിശ്വസ്തനായ ദൈവം. അവൻ ഒരു വാക്കും പറഞ്ഞില്ലേലും അവനിങ്ങനെ ചിന്തിക്കുന്നു, കർത്താവേ, എന്റെ യജമാനന്റെ ദൈവം എത്ര വിശ്വസ്തൻ. ഹല്ലേലൂയ. അവൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇത് തന്നെയാണ് എന്റെ യജമാനന്റെ മകന് വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന സ്ത്രീ എന്ന് അവൻ മനസ്സിൽ ഇങ്ങനെ ആത്മകഥ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധമായി സന്തോഷിക്കുന്നു. എന്നാൽ അവൻ ഒന്നും പറഞ്ഞില്ല. അടുത്തൊരു കാര്യം പറയുന്നു. യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് അവൻ മിണ്ടാതെ ഇരുന്നു.
ഹല്ലേലൂയ. ഒരു ദാസന് വേണ്ട അടുത്ത ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മിണ്ടാതിരുന്ന് നാം ദൈവമെന്ന് ചില സമയത്ത് അറിയേണ്ടത് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് എടുത്ത് ചാട്ടം പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദേവദാസൻ പറഞ്ഞതുപോലെ ഒരു സുവിശേഷം നമ്മൾ പറയുമ്പോൾ ചിലർ നമ്മൾ ചിന്തിക്കും, ഓക്കെ കർത്താവിനെ അറിയുന്ന അടുത്ത ദിവസം തന്നെ സ്നാനപ്പെടും, ഹല്ലേലൂയ, സഭയെ കടന്നു വരും എന്നാ പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മ ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ ആത്മാവിൽ നമ്മ പലതിനെയും വിവേചിച്ചറിയുവാനിടയായി തീരട്ടെ. മിണ്ടാതിരിക്കേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. പല സമയങ്ങൾക്ക് നമുക്ക് സ്പീക്ക് ചെയ്യണമെന്ന് തോന്നും, സ്തോത്രം, സംസാരിക്കണമെന്ന് തോന്നും. എന്നാൽ ദൈവകൃപ പ്രാപിച്ച ദൈവജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എനിക്ക് പറയുവാനുള്ളത്, മിണ്ടാതിരുന്ന ദൈവം എന്നറിഞ്ഞുകൊള്ളുവാൻ ഈ ദിവസങ്ങളിൽ ഒരു ദേവദാസിക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നോക്കിക്കേ, യഹോവ എന്റെ കാര്യം സാധിപ്പിച്ചോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് വേണ്ടി ആ ദാസൻ മിണ്ടാതെ ഇരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തതായിട്ട് വായിക്കുന്നു. സ്തോത്രം. അവൻ ആ കാര്യങ്ങളൊക്കെ അവൻ അന്വേഷിച്ചറിയുകയാണ്. നീ ആരാണെന്നൊക്കെ അവൻ ചോദിക്കുന്നത്. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. എന്നാൽ അവസാനം ഹല്ലേലൂയ, അവൾക്ക് മനസ്സിലായി. തന്റെ യജമാനൻ വായിക്കുന്നു, അവളോട്, നീ ആരുടെ മകൾ, പറക, നിന്റെ അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാപ്പാർപ്പാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. അവൾ അവനോട്, നാഹോറിന് മിൽക്ക പ്രസവിച്ച മകനായ ബെഥുവേലിന്റെ മകളാകുന്നു എന്ന് പറഞ്ഞു. തങ്ങളുടെ വീട്ടിൽ വൈക്കോലും തീനും വേണ്ടുവോളുമുണ്ട്, രാപാർപ്പാൻ സ്ഥലവുമുണ്ട് എന്ന് അവൾ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ നോക്കി, അടുത്ത ഒരു ക്വാളിറ്റിയാണ് ഒരു ദാസന്റെ അടുത്ത ഒരു ക്വാളിറ്റി. അവസാനമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു. എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ എന്റെ യജമാനോടുള്ള ദയയും വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല. ഈ യാത്രയിൽ യഹോവ എന്റെ യജമാന്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് തന്നെ നടത്തിക്കൊണ്ടു വന്നല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഒരു ദാസന് വേണ്ട അടുത്ത ഒരു ഹൃദയം എന്ന് പറയുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് നന്ദിയുള്ള ഒരു ഹൃദയമാണ്. സ്തോത്രം. ദൈവം നമ്മുടെ കാര്യം സാധിപ്പിച്ചു എന്ന് അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, ഇനി എല്ലാ കാര്യങ്ങളും നടന്നു, ഇനി ഞാൻ വീട്ടിൽ പോട്ടെ എന്ന് പറയുകയല്ല. ഹല്ലേലൂയ. ആ പുരുഷൻ എന്ത് ചെയ്തു? അപ്പോൾ തന്നെ അവൻ കുനിഞ്ഞ് നമസ്കരിച്ച് സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഉത്തരവാദിത്തങ്ങളുമായി ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ കർത്താവ് പല ഇൻസിഡൻസിൽ കൂടെ കടത്തിവിട്ട് അനേക ക്രിസ്തുവിലേക്ക് നേടിയെടുക്കുവാനായി ദൈവം നമ്മളെ പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് വേണ്ടി തക്ക സമയത്ത് ചില വാക്കുകൾ പറയുക, തക്ക സമയത്ത് ചില ആലോചനകൾ പറയുക, തക്ക സമയത്ത് ചില ഹെൽപ്പ് ചെയ്യുക, തക്ക സമയത്ത് ചില പ്രാർത്ഥന സപ്പോർട്ട് കൊടുക്കുക, തക്ക സമയത്ത് ചില മണികൾ കൊടുത്ത് ചിലരെ ഹെൽപ്പ് ചെയ്യുക. ഹല്ലേലൂയ. ചില കമ്പനി കൊടുക്കുക. തക്ക സമയത്ത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഉത്തരവാദിത്തങ്ങൾ ചെയ്തു കഴിയുമ്പോൾ മഹത്വം മുഴുവൻ എന്റെ കർത്താവിനാണ്. സ്തോത്രം. പലപ്പോഴും ദേവദാസൻ പറയുന്നത് പോലെ നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ പുണ്യപ്രവൃത്തിയല്ല, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാ ഇതൊക്കെ സാധിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവിന്റെ മഹത്വം കൊടുക്കുന്ന ഒരു ഹൃദയം ഹല്ലേലൂയ നമുക്കുണ്ടായിരിക്കുവാനിടയായി തീരട്ടെ. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ അവസാന ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. റെബെക്കയുടെ സഹോദരനായിരിക്കുന്ന ലാബാൻ പിന്നെ കടന്നു വരുന്നുണ്ട്. ലാബാൻ കടന്നു വന്ന് അവന് സന്തോഷമായി. അതിന് 31 വാക്യം ഇപ്പോൾ ഇങ്ങനെ വായിക്കുന്ന ലാബാൻ ഇപ്രകാരം അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ലാബാൻ അവനോട് പറഞ്ഞു, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്ത് വരിക, എന്തിനു പുറത്ത് നിൽക്കുന്നു? ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിൽ എനിക്ക് പറയുവാനുള്ളത്, മറ്റുള്ളവരെ കർത്താവിലേക്ക് നേടിയെടുക്കുമ്പോൾ നമ്മുടെ സ്വഭാവം കണ്ട് നമ്മൾ തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ കണ്ട് നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി കണ്ട് ഒരുവൻ ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ മറ്റുള്ളവരും ഹല്ലേലൂയ മറ്റുള്ളവരുടെ ഭവനത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വേറൊരു വ്യക്തിയുമായി എൻകൗണ്ടർ നടക്കുമ്പോൾ അവനെ കണ്ടിട്ട്
ഹല്ലേലൂയ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, നീ എന്റെ അടുക്കൽ കടന്നു വരിക. എനിക്കും നീ അറിയുന്ന ക്രിസ്തുവിനെ ആവശ്യമുണ്ട്. നിന്റെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്കും ആവശ്യമുണ്ട്. നിന്റെ മേൽ ഹല്ലേലൂയ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി എനിക്ക് നിറയണമെന്ന്. ഹല്ലേലൂയ. നമ്മളെ കണ്ടിട്ട് പേടിച്ചോടുന്നവരായിട്ടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, നീ എന്റെ പുറത്ത് നിൽക്കുന്നു, നീ എന്റെ അടുക്കിലേക്ക് വരിക, എന്റെ ഭവനത്തിലേക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് അവരും ഹല്ലേലൂയ നമ്മളെ സ്വാഗതം ചെയ്യുവാനിടയായി തീരും. ഒരു ദാസന്റെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ വിശ്വസ്തയോടെ ചെയ്തു കഴിയുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവർ അനേകർക്ക് നമ്മൾ അനുഗ്രഹമായി തീരുവാനിടയായി തീരും. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ ജനമേ, ദാസനും യജമാനും അത്രമാത്രം ബന്ധമുള്ളപ്പോൾ തന്നെ നമുക്കറിയാം, ഇസ്ഹാക്കിന് വേണ്ടി ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുവാൻ, ഒരു മണവാട്ടിയെ തിരഞ്ഞെടുക്കുവാൻ അബ്രഹാം ദാസനെ അയച്ചതുപോലെ ആമേൻ നമ്മളെല്ലാവരുടെയും നമ്മുടെ ഒരു മണവാളൻ സ്വർഗത്തിലുണ്ട്. ക്രൈസ്തലോ ക്രിസ്തുവാകുന്ന ഒരു മണവാളിന് നിർമ്മല കന്യകയായ ദൈവം നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ ആ വിവാഹ ദിവസത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്നതിനോടൊപ്പം തന്നെ ഹല്ലേലൂയ അനേക മണവാട്ടികളെ ക്രിസ്തുവിലേക്ക് നേടിയെടുക്കുവാൻ, അനേക മണവാട്ടികളെ ക്രിസ്തുവെന്ന നിർമ്മല പുരുഷന് നിർമ്മല കന്യകയായി ആ വിവാഹ നിശ്ചയം തേടി ചെയ്തുവാൻ വേണ്ടി ഒരു ദാസന്റെ ഉത്തരവാദിത്വം അനേകരെ കണ്ടെത്തുവാൻ, അനേകരെ ഹല്ലേലൂയ നേടിയെടുക്കുവാൻ ആ ഒരു ദാസന്റെ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നല്ലവന് വിശ്വസ്തരമായ ദാസനെ, നീ എന്റെ സ്വസ്ഥതയെ പ്രവേശിച്ചു കൊള്ളുക എന്ന് കർത്താവ് പറയുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ആ നിർമ്മല പുരുഷന് കർത്താവ് നമ്മൾ വിവാഹ നിശ്ചയം ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നമ്മളെ ഒരുക്കുന്നതിനോടൊപ്പം തന്നെ അനേക മണവാട്ടികളെ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാനുള്ള വലിയ ദൈവകൃപ, അഭിഷേക പരിജ്ഞാനം, ദൈവകൃപ, ബുദ്ധി ഹല്ലേലൂയ ദൈവം നമുക്ക് പകർന്നു തരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധി കണ്ണുകളെ അടയ്ക്കുക, നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. ആമേൻ. ഒരു വിശ്വസ്തദാസനായി ഹല്ലേലൂയ ഒരു ബുദ്ധിയുള്ള ദാസനായി, ഒരു വേഗമുള്ള ഹൃദയമുള്ളവരായി, ഹല്ലേലൂയ ഒരു സൂക്ഷ്മതയുള്ളവരായി, ആമേ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി, ആമേ നന്ദിയുള്ള ഹൃദയമുള്ളവരായി, ആമേ വിവേകത്തോടെ ആമേ തക്ക സമയത്ത് മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവാനുള്ള ദൈവകൃപയ്ക്കായി ആമേ നമ്മളെ തന്നെ ദൈവസ്ഥിതി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഓരി ബലബഗുഡബരഗത്തുരൈരിഗനഗടഗസി അടതുരമനുഷ്യങ്കരമനഗടഗത്തുരാരഗതര. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ തന്നെ ദേവസ്ഥിതി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഞങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണല്ലോ. ആമേൻ. കർത്താവിന്റെ വേണ്ടി ഞങ്ങൾ നോക്കിക്കാത്ത് ആമേ ഞങ്ങളെ തന്നെ ആമേ വിശുദ്ധി ഞങ്ങളെ തന്നെ ജീവിക്കുന്നതിനോടൊപ്പം തന്നെ അധിക വിശുദ്ധിയോട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുമറകണമേ. ആമേ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇടയാക്കി തീരണമേ. അതോടൊപ്പം തന്നെ അനേക മണവാട്ടികളെ കണ്ടെത്തുക, അനേക മണവാട്ടികളെ ക്രിസ്തുവിന് വേണ്ടി ഹല്ലേലൂയ ആമേ നേടിയെടുക്കുവാൻ ഹല്ലേലൂയ നിർമ്മലതയോടെ, പരമാർത്ഥതയോടെ, വിശ്വസ്തയോടെ, സൗമ്യതയോടെ, ആമേ സൂക്ഷ്മതയോടെ, പ്രാർത്ഥനയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വ്യാപരിക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനത്തിന് മുന്നേ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവ് ആത്മാവിനോട് സംസാരിച്ചതിനായി സ്തോത്രം. ദൈവകൃപയാ ഞങ്ങളെ നിർത്തണം, സഹായിക്കണം, അനുഗ്രഹിക്കും മറകണമേ. പ്രാർത്ഥന കേട്ടപ്പോഴേക്ക് ആസ്വദിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ. സ്തോത്രം. ഹല്ലേലൂയ. വചനങ്ങളാ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും മറകട്ടെ. ഈ വചനത്തിന് മുന്നേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. ആമേ. ആശ്രയം തന്ന ദൈവദാസന് ഹൃദയത്തെ നന്ദി അറിയിച്ചുകൊണ്ട് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം നമുക്ക് പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാനും ഒക്കെ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. വീണ്ടും നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. God bless you all. Thank you.